നമസ്കാരം, ഞാൻ പ്രീതി ആർ നായർ, SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. ഇന്നത്തെ ടോപ്പിക്ക് വേനൽക്കാല ഭക്ഷണം എങ്ങനെ ശ്രദ്ധിക്കണം. വേനൽക്കാലം എത്തിക്കഴിഞ്ഞു. കനത്ത വേനൽ ചൂടാണ്. ഈ സമയത്ത് നമ്മെ പിടികൂടുന്ന രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് കൂടുതലേറെ ആഹാരത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ വേണം എന്നുള്ളതാണ്. ഈ നല്ല കടുത്ത ചൂടുള്ളത് കൊണ്ട് ശരീരത്തിൽ നിന്ന് കൂടുതൽ ജലം നഷ്ടപ്പെടും. ധാരാളം ലവണങ്ങളും ജലവും ഒക്കെ നഷ്ടപ്പെടുന്നതിനാൽ നമുക്ക് നല്ല ക്ഷീണവും തളർച്ചയും ഒക്കെ അനുഭവപ്പെടാം. ഇനി ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഭക്ഷണത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഭക്ഷണം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമപ്പെടുത്തേണ്ടതാണ്. ഈ ശരീരത്തിൽ ധാരാളം വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നതിനാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ നന്നായി വെള്ളം കുടിക്കണം. ഒരു 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും കിഡ്നി രോഗമുള്ളവർ, അതല്ലെങ്കിൽ ലിവർ ഡിസീസ് ഉള്ളവർ ഒക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന തരത്തിലേ വെള്ളം കുടിക്കാവുള്ളൂ. അല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി വെള്ളം നല്ല ശുദ്ധമായ വെള്ളമായിരിക്കണം കുടിക്കേണ്ടത്. തിളപ്പിച്ച വെള്ളമായിരിക്കണം. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വെള്ളങ്ങൾ നല്ലതാണ്. നാരങ്ങ വെള്ളം, മോരിൻ വെള്ളം പോലെയുള്ളവ. അതല്ലാതെ ഈ വെളിയിൽ നിന്ന് വാങ്ങുന്ന വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഛർദി, വയറിളക്കം, ഇതുപോലെ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇനി ദാഹത്തിന് വേണ്ടി പലരും കോള പാനീയങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഒക്കെ കുടിക്കാറുണ്ട്. ഇത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല. നമ്മുടെ ശരീരത്തിലെ ജലാംശം ഒന്നുകൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം പാനീയങ്ങൾ നമ്മൾ ഒഴിവാക്കി നിർത്താൻ നോക്കണം. അതുമാത്രമല്ല, അതിലുള്ള കാർബോഹൈഡ്രേറ്റ്, കലോറിഫിക് വാല്യൂ ഹൈ ആണ്. അത് നമ്മൾക്ക് പിന്നീട് ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് എത്തിക്കും. ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി വെയിലത്ത് കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉപ്പ് ചേർത്ത വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അവരുടെ ബോഡിയിൽ നിന്ന് സോഡിയമൊക്കെ നഷ്ടപ്പെട്ടു പോകാം. അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ട് ഉപ്പ് ചേർത്ത വെള്ളം കുടിക്കേണ്ടതാണ്. ഈ സമയത്താണ് ഒത്തിരി ആൾക്കാരെ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ചർമ്മരോഗങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, വിറ്റമിൻസിൻ്റെ കുറവ്. ഇതിനെയൊക്കെ അതിജീവിക്കാൻ ധാരാളം പച്ചക്കറികളും പഴങ്ങളും കഴിക്കണം. ഇനി പഴങ്ങളിൽ തന്നെ വെള്ളമുള്ള പഴങ്ങൾ, തണ്ണിമത്തന്, മാതളം, നാരങ്ങാവർഗത്തിൽപ്പെട്ട പഴങ്ങൾ, ഇതൊക്കെ കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. ഇനി മാങ്ങ നമ്മളുടെ വെയിൽ കൊണ്ടുണ്ടാകുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ സഹായിക്കും. അതുപോലെ ഇതിനകത്ത് വിറ്റമിൻ എ, ബീറ്റാ കരോട്ടീൻ, വിറ്റമിൻ സി എന്നിവയുണ്ട്. ഇത് സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഇനി അതുമാത്രമല്ല, സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് ശരീരത്തിലേൽക്കുന്ന കരിവാളിപ്പ് മാറ്റാൻ പപ്പായ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസും ഉള്ള പൈനാപ്പിൾ ഈ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും പച്ചക്കറികൾ ഉപയോഗിക്കണം. ഇലക്കറികൾ, പച്ചക്കറികൾ, അത് ദിവസം സാലഡ്സ് ആയിട്ട് ഉൾപ്പെടുത്തുന്നതും ഏറ്റവും നല്ലൊരു സമയമാണ് ഈ കാലഘട്ടം. ഇനി കൂടുതൽ എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, അമിതമായിട്ട് വറുത്തുപൊരിച്ച ഭക്ഷണങ്ങളൊക്കെ ഈ സമയം കഴിവതും കുറച്ച് വെക്കണം. ഈ വേനൽക്കാല സമയം നമുക്ക് ദഹനരസങ്ങളുടെ ഉൽപ്പാദനം കുറവാണ്. അതുകൊണ്ട് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതിയാകും. അളവ് നിയന്ത്രിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. അളവ് കൂട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ദഹനക്കേട്, ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാം. അതുപോലെ അമിതമായിട്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ബിരിയാണി, അതുപോലെ പൊറോട്ട, ബീഫ്, ചിക്കന്, എണ്ണയിൽ വറുത്തുപൊരിച്ച ആഹാരം, ഇതുപോലെയുള്ള ഫ്രൈഡ് ഐറ്റംസ്, അതിൽ ഹോട്ടൽ ഭക്ഷണങ്ങൾ, ഇതൊക്കെ മിതത്വം പാലിക്കേണ്ട സമയമാണ് ചൂടുകാലം. ഇനി എരിവ്, മസാല, പുളി കുറച്ചുള്ള ഭക്ഷണം വേണം. മിഠായി, ചോക്ലേറ്റ് പോലെയുള്ള മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെക്കാം. ചായ, കാപ്പി നിയന്ത്രിച്ച് മാത്രം ഉപയോഗിക്കാം. കോഫിയൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചൂട് ഉണ്ടാക്കുന്നതാണ് കോഫി. അതുകൊണ്ട് അതിന് മിതത്വം പാലിക്കേണ്ടതാണ്. ഇനി ആൽക്കഹോളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഈ സമയം നല്ലതായിട്ട് കുറച്ച് വെക്കേണ്ടതാണ്. ഈ വ്യായാമം ഈ ടൈമിൽ വേണം, പക്ഷേ അമിത വ്യായാമത്തിൽ ഏർപ്പെടേണ്ട. 30 തൊട്ട് 45 മിനിറ്റ് വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കാം. നടത്തമാണ് ഏറ്റവും നല്ലത്. ഇനി കോട്ടൺ വസ്ത്രങ്ങൾ ഇടാൻ ശ്രദ്ധിക്കുക. ആരോഗ്യപൂർണ്ണമായിട്ട് ധാരാളം വെള്ളം കുടിക്കുക. നല്ല പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ആഡ് ചെയ്ത് നല്ല ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണവും നടത്തി നമുക്ക് വേനൽക്കാലം അതിജീവിക്കാം.